ഞാനും ഈ പടം ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയ കാര്യം എന്ന് വെച്ചാൽ ബാബു ചേട്ടനും ബൈ ചേട്ടനും അവരൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയതും പഠിക്കാൻ പറ്റിയതും അല്ലെങ്കിൽ കണ്ട് പുള്ളി ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഭഗത് തന്നെയാണ്. കാരണം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഭഗത് തന്നെ ഇപ്പോഴും അണ്ടർ റേറ്റഡ് ആണ്. ഇനിയും ഒരുപാട് രീതിയിൽ ഭഗത് തന്നെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മള് എന്താ പറയാ മലർവാടി ആർട്സ് ക്ലബ്ബ് കണ്ടപ്പോ തൊട്ട് നിവിൻ ചേട്ടനും അജു ചേട്ടനൊക്കെ എങ്ങനെയാണോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത്, എസ്റ്റാബ്ലിഷ് ആയിട്ട് നിൽക്കുന്നത്, അതിനൊപ്പം ചിലപ്പോ അതിന്റെ മുകളിൽ വരേണ്ട ഒരു ബ്രില്യന്റ് ആക്ടർ തന്നെയാണ് ചേട്ടൻ. ഇനിയും ഒരുപാട് പരിപാടികൾ ചേട്ടനിൽ ഉണ്ട്. അത് ഭയങ്കര രസമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ക്യാരക്ടറുകൾക്കൊക്കെ നമുക്ക് കണ്ടു പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡബിങ്ങിന്റെ സമയത്തൊക്കെ വോയിസ് കൺട്രോൾ ഒക്കെ അല്ലേ നമ്മൾ സംസാരിച്ചത്, ഭഗത്തൊക്കെ ഡബ് ചെയ്തൊന്ന് പോയി നോക്കിയാല് കാണാൻ പറ്റും. മമ്മൂക്ക കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിലും പുറകിലും അങ്ങനെ കേട്ടോ. നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് നല്ലൊരു ഹ്യൂമൻ ബീങ് കൂടാണ്. അതും പറയണം, ഒരു ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി നല്ലൊരു മനുഷ്യനോടാണ്. അതും പറയണം. ഇപ്പൊ ഇലക്ഷൻ നയിക്കും ഇന്ന് ആര് പറഞ്ഞ വോട്ട്